പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും ആമേൻ. വിശുദ്ധ പുരുഷന്റെ അധികാരത്താലെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ തന്നവൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്തോ നമുക്ക് പെസഹാപ്പം ഉണ്ടാക്കാം. അങ്ങനെ ഇന്നത്തെ ഞങ്ങൾ പെസഹായ്ക്ക് വേണ്ടിയിട്ട് അപ്പം തയ്യാറാക്കുന്ന പരിപാടിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ജൊഹാൻകുട്ടനുമുണ്ട്. അപ്പം ജൊഹാൻകുട്ടനെ നമ്മളിതൊക്കെ പഠിപ്പിക്കണമല്ലോ. കുരിശോലയെടുത്ത് കുരിശൊക്കെ ഉണ്ടാക്കി ഇനി അപ്പമൊക്കെ ഒന്ന് കുഴയ്ക്കുന്നു. അവനതിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇതെല്ലാം നോക്കുന്നു. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അവിടേക്കുള്ള ശ്രദ്ധ ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ കുരിശപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ, കുഴച്ച്. അതിനി ഒന്ന് സെറ്റാക്കി ഇനി ഇൻട്രിയപ്പത്തിൻ്റെ സെറ്റപ്പിലാണ് ഉള്ളത്. അപ്പം നമ്മുടെ കാസർഗോഡുള്ള ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ജോസേട്ടൻ. അങ്ങനെ ജോസേട്ടനെ കൊണ്ട് ബാക്കി ഇൻട്രിയപ്പൊക്കെ ഒന്ന് സെറ്റാക്കിപ്പിക്കുകയാണ്. അപ്പം അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊക്കെ ഇതൊക്കെ അടുപ്പിൽ കയറ്റണം, ആവിയിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കണം. ഇഡ്ഡലി ചെമ്പിൽ സെറ്റപ്പായി. അതൊക്കെ ഇണ്ടിയപ്പം റെഡി, കുരിശപ്പവും ഇവിടെ റെഡി. കണ്ടില്ലേ? അപ്പം അപ്പങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം കുരിശപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ. ഇണ്ടിയപ്പവും കുരിശപ്പം എല്ലാം റെഡി, പാലും കാര്യങ്ങളും എല്ലാം റെഡി. ഇനി പ്രാർത്ഥന തുടങ്ങാൻ പോവുക കേട്ടോ. ഓക്കേ. ആത്മാവിനും വിശുദ്ധീകരിച്ചിൻ്റെ ഒരാളത്താലെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ. മിശിഹ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി. അതെ, അവിടുന്ന് കുരിശു മരണത്തോളം കീഴ്വഴങ്ങി. അതിനാൽ സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി എല്ലാ നാമത്തെയേക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. എൻ്റെ സമയം സമാഗതമായി. ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിലിരുന്നു. ശ്രദ്ധിക്കുന്നു. അന്ത്യത്യാഗത്തിൻ്റെ ഓർമ്മ ദിനമായി ഈ പെസഹ ആചരിക്കുന്ന ഞങ്ങൾ ഈ സുദിനത്തെ ഓർക്കുന്നു. ഈ നിമിഷം ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒന്നിച്ച് കൂട്ടിയ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ഓർമ്മ ദിനമായി തീരുവാനും അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സാംശീകരിക്കാനും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ് അവിടുത്തെ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി. പ്രാർത്ഥനയൊക്കെ ഫുള്ളിട്ട് എല്ലാവരെയും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാട്ടോ. അപ്പം നമ്മുടെ ജോസേട്ടനെ കൊണ്ട് എന്ത് ചെയ്തു, കുരിശപ്പൊക്കെ മുറിപ്പിക്കാനുള്ള പരിപാടിയില്ല. അപ്പം ഇപ്പോഴത്തേക്ക് ടോണിയും സോനയും പിള്ളേരും എല്ലാവരും ഇവിടെ വന്ന്, ബേച്ചേട്ടനും ചേച്ചിയും വന്നു. അപ്പം ഏറ്റവും മുതിർന്ന ആണുങ്ങൾക്കാണ് ഇത് കൊടുക്കുന്നത്. കുരിശപ്പം മുറിച്ച് പാലിൽ മുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ടോണിയുടെ ഇളയ മോന് ബെനഡിക്റ്റ്. അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു, ആശയുടെ അമ്മ ലൂസേച്ചി, ജസേച്ചി, ലിസമ്മ, ആശ, സോന ടോണിയുടെ ഭാര്യ, നമ്മുടെ റോസ്മോള്, മെറമോള്, ഇവാനക്കുട്ടി. അങ്ങനെ ജോസേട്ടനും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കഴിച്ചു. ഇതാണ് നമ്മുടെ ടോണി. ബേച്ചേട്ടന്, ബെഞ്ചമിനും ഒക്കെ അവിടെ എന്തോ ഒരു കുറച്ച് വീടുകളിലൊക്കെ കയറി ഇങ്ങനെയൊക്കെ വരികയാണ്. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ്. സോന, ലൂസേച്ചി,
ബേച്ചേട്ടനും ലിസമ്മയും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാനും ജോസേട്ടനും ബേച്ചേട്ടനും ലിസമ്മയും ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഒരു ഫോട്ടോയും പിന്നെ ഞാനും ബേച്ചേട്ടനും ജോസേട്ടനും കൂടെ പിന്നെ ഞങ്ങൾ ഇവിടെ കൂടി എല്ലാവരും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ബേച്ചേൻ്റെ അടുത്ത് അപ്പം മുറിച്ചില്ലായിരുന്നു അവിടേക്ക് ജോസേട്ടനും ഞങ്ങൾ കുറച്ച് പേര് പോയി അപ്പമൊക്കെ മുറിക്കാൻ വേണ്ടി പോയി അവിടെ നിന്നുള്ള പ്രാർത്ഥന കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും കുറേ വൈകിയായിരുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്തുതിയൊക്കെ കൊടുത്ത് പരസ്പരം അതൊക്കെ ഒരു സന്തോഷമാണല്ലോ പെസഹായുടെ. തൊട്ടടുത്ത വീടുകളിൽ പോവുക അതിലൊക്കെ പങ്കെടുക്കുക സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇനി ഇവിടുന്ന് അപ്പം മുറിക്കുന്ന കൂടെ ഒന്ന് നമുക്ക് കാണാം. പാലിൽ മുക്കി ഇതേപോലെ തന്നെ ജോസേട്ടൻ തന്നെ ബേച്ചേട്ടന് കൊടുക്കുന്നു. ഞങ്ങളെല്ലാവരും കിട്ടി ഉണ്ടോ ആയിഷ്. അങ്ങനെ നല്ലൊരു പെസഹായായിരുന്നു നമ്മുടെ ഈ 2026 പെസഹ. ഓക്കെ, പ്രാവശ്യം അങ്ങനെ പറ്റുന്നവരൊക്കെ കൂടെ ഒന്ന് ഒത്തുകൂടിയ പെസഹ. ഓക്കെ, താങ്ക് യു.